അപ്പോൾ ഗൈസ്, ഐ ആം ഗെയിമിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് റിയാക്ഷൻ വീഡിയോ നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഐ ആം ഗെയിം എന്ന് പറഞ്ഞ മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. കുറേ വന്ന് എൻ്റെ മോനെ, എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. 6 മണി തൊട്ട് ഇവിടെ കാത്തിരുന്നതാണ്. എനിക്ക് ക്ലാസ് കൊണ്ട് ഞാൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ വീട്ടിലും എത്തി. എന്നിട്ടും ഇതുവരെ വന്നില്ല. വല്ലാത്ത കഷ്ടം തന്നെയാണ്. എത്ര നേരെയായെന്തോ ഇതെന്താ നോക്കിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, എനിക്കിന്ന് കോളേജ് വരെ ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ ഞാൻ കോളേജിൽ പോയിട്ട് ഞാൻ ഇതിൻ്റെ ഇന്ന് റിലീസ് ആവല്ലേ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുക. അവിടെ നോക്കി, അപ്പം ഇല്ല. പിന്നെ ഞാൻ നോക്കി, എന്താണ് സമയമായല്ലോ. ഇവിടെ ഏകദേശം 1.5 മണിക്കൂർ ഡിഫറൻസാണ് ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ നോക്കും, ആയല്ലോ 4:30 ഞാൻ ഇരിക്കുക. ഇതുവരെ വന്നില്ല. അതിനുശേഷം പിന്നെയും വന്നില്ല. ഇതിങ്ങനെ ലേറ്റായിക്കൊണ്ടിരിക്കുക. വരുന്നുമില്ല. അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് നമ്മളാ ഇത് വന്നത്. അവരെ വേഫെയർ ടീംസ് ഇട്ടായിരുന്നു. ഒന്ന് ലേറ്റാവും എന്ന് പറഞ്ഞു 6 മണിക്കൂർ മുമ്പ് അവരിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ നോക്കിയപ്പോൾ പിന്നെ മൈനർ ടെക്നിക്കൽ ഗ്ലിച്ച് 6 മണി കഴിഞ്ഞപ്പോൾ അവരിട്ട് വന്നില്ല. പുഷ് ദ കാർഡ്സ് ബാക്ക്. അവർ ബെറ്റ് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കാർഡ് ഒന്ന് ബാക്കിലോട്ടായി ആ ഗ്ലിച്ച്. ബട്ട് യു വോണ്ട് വാണ്ട് ടു ഫോൾ ഡൗൺ ഓൺ ദിസ് വൺ. നിങ്ങൾ അടച്ചൊന്നും ഇതിൽ വെക്കണ്ട. സ്റ്റേ ട്യൂൺ, ഡ്രോപ്പിംഗ് ഓൺ യൂട്യൂബ് വെരി സൂൺ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് വേറൊരു ലീക്ക് കേട്ടായിരുന്നു, 8 മണിക്ക് ശേഷം അവരെന്തായാലും ഇടും. 8 മണിക്ക് ശേഷം എന്നാണ് പറഞ്ഞത്. 8 മണിക്ക് കറക്റ്റ് ഇടുന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ 8 മണിക്ക് ഇടുമെന്ന് പറഞ്ഞു വന്ന്. അതും വരുന്നില്ല. വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ 10:30 ആട്ടിലിപ്പോൾ 12 മണി ആവാറായി. 5 മിനിറ്റ് കൂടെ ഉള്ളൂ. 10:25 ഇവിടെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ. എൻ്റെ മോനെ, ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതൊന്നും വരൂല. അതിനുശേഷം ഇപ്പം ഞാനൊരു 3 മണിക്കൂർ മുമ്പേ നോക്കുന്നു, അവർ വീണ്ടും ഇട്ടിട്ടുണ്ട്. ടുഡേയ്സ് ഐ ആം ഗെയിം ട്രെയിലർ റിലീസ് ഹാസ് ബീൻ പോസ്റ്റ്പോൺഡ് ഡ്യൂ ടു ടെക്നിക്കൽ ഗ്ലിച്ച്. അവർ പോസ്റ്റ്പോൺഡ് ആക്കി എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇത് എന്നാണെന്നൊന്നും പറഞ്ഞില്ല. വി ആർ വർക്കിംഗ് ഹാർഡ് ടു ഡെലിവർ ദ ബെസ്റ്റ് പോസിബിൾ റിവീൽ ആൻഡ് വിൽ ഷെയർ എ ന്യൂ സ്കെഡ്യൂൾ സൂൺ. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ് ആൻഡ് സപ്പോർട്ട്. തീർന്നു. എത്ര ആൾക്കാരിങ്ങനെ കാത്തിരുന്നായിരിക്കും. അപ്പോഴേക്കും ഇതിപ്പോൾ കാത്തിരുന്ന് എല്ലാവർക്കും വട്ടായി കാണും. അത് നേരത്തെ അങ്ങ് ഇറക്കി ഇട്ടിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇതിപ്പോൾ 3 മണിക്ക് രൂപയോട് പറയണം. അത് വെച്ചാൽ 8 മണി 9 മണിക്ക് ശേഷം ആയപ്പോഴാണ് പറയുന്നത്. കഷ്ടം. ഇതിപ്പോൾ വല്ലാത്ത ഒരു ഇത് ഇനിയിപ്പോൾ വരുമെന്നൊന്നും അറിഞ്ഞുകൂടാ. അവർ വെയിറ്റ് ചെയ്യാനാണ് പറയണത്. ഇനിയിപ്പോൾ അടുത്ത ഡേറ്റ് അവരെന്ന് പറയുമെന്നോ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം ഇത് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് കാണാൻ വേണ്ടിയുള്ള ഒരു ത്വരയിലിരിക്കുന്നത്. ആൾക്കാർക്കൊരു സമ്മതിക്കില്ല. ഇത് അങ്ങനത്തെ ഒരു സംഭവം. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഗ്ലിച്ചൊക്കെ എങ്ങനെ വരണമെന്നാണ് മനസ്സിലാവാത്തത്. ഓരോ ഗ്ലിച്ചുകൾ ഇത് സത്യം പറഞ്ഞാൽ നോക്കിയിട്ടല്ലേ ഒരാൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളൊരു നാളെ ഒരു വീഡിയോ വരുമെന്ന് പറഞ്ഞാൽ നാളെ അത് ഇട്ടില്ലെങ്കിൽ എത്ര ആൾക്കാർ കാത്തിരിക്കുകയായിരിക്കും. ഒന്നിന് ഹൈപ്പ് കൂട്ടാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഇതിന് എത്ര പേര് ഇപ്പോൾ കാത്തിരിക്കണമായിരിക്കും ഇത് വരുമെന്ന്. ഇപ്പം എല്ലാം കൂടെ വെയിറ്റിംഗ് എല്ലാം പോയി. ഇനിയിപ്പോൾ എന്ന് വരും, നാളെയും വരൂലായിരിക്കും. അവർ സ്കെഡ്യൂൾ ചെയ്തെന്ന് ഇപ്പം പറയുന്നു. ഇത് വല്ലാത്ത കഷ്ടം തന്നെയാണ്. എനിക്ക് തോന്നിയതൊന്നും ഇപ്പോഴൊന്നും ഇനി പ്രതീക്ഷിക്കേണ്ടെന്നാണ് തോന്നുന്നത്. ഒന്ന് പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു എന്നാണ് ആഗ്രഹം. ഇതിൻ്റെ ആദ്യം വന്നതിൻ്റെ അകത്തുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് കേൾക്കണം. എടാ 6 മണിക്ക് വരാമെന്നല്ലേ പറഞ്ഞത്. രാവിലെ തൊട്ട് വെയിറ്റിംഗ് ആണ്. ഇറക്കി വിട്. എന്തൊക്കെയൊക്കെയോ ആൾക്കാർ അറ്റ്ലീസ്റ്റ് പ്രൊവൈഡ് പ്രീമിയർ ലിങ്ക് എന്തൊക്കെയോ. ബർത്ത്ഡേ ആയതുകൊണ്ടൊന്നും പറയുന്നില്ല. ഇത് വല്ലതും നടക്കുമെണ്ണ എന്നൊക്കെയാണ് കമൻറ്റുകൾ. എൻ്റെ മോനെ, എനിക്ക് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നെറ്റ് തീർന്നു. ഡിക്ക് 399 റീചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ട്രെയിലർ ഇപ്പോൾ വരും. എന്തൊക്കെയോ പറയുന്നു.
അത് ലോഡാകാൻ ഇത്തിരി പാടാണ് സാറേ. ഒരുമാതിരത്തെ പരിപാടിയായി. ഇങ്ങനത്തെ കുറേ കമൻറ്റുകളും കാര്യങ്ങളും ആൾക്കാരെല്ലാം തെറി തന്നെ വിളിക്കും. പിന്നെ അല്ലാതെ എല്ലാവരും കുറേ ആൾക്കാരെല്ലാം അവരവരെ കാര്യങ്ങളെല്ലാം മുടക്കി വെച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. 6 മണിക്ക് ഒരു ഇത് കാണണം, അല്ലെങ്കിൽ കുറച്ച് നേരത്ത് കണ്ടൊന്ന് വൈബായി. കാരണം അത്ര അടിപൊളി പടം വരാൻ പോയത്. ഇനിയിപ്പോൾ ഉടനെയൊന്നും ഇല്ല ഇപ്പം. അതുകൊണ്ട് ഇനിയിപ്പം അടുത്ത വരേ ഉള്ളൂ. സ്കെഡ്യൂൾ അവർ പയ്യെ ഇടുമെന്നൊക്കെ അവരിപ്പോൾ പറയുന്നു. കഷ്ടം തന്നെ ഇത്. സഡൻലി ഒക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സീന് തന്നെയാണ്. ഇനിയിപ്പം ഇതിപ്പോൾ ഹൈപ്പാക്കാനുള്ള പരിപാടി ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. അല്ലാതെ എന്തിനാണ് ഇത്ര ലാഗ് ആക്കുന്നത്? പിന്നെ ഗ്ലിച്ച് എന്നൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ നോക്കി വെച്ചിട്ട് അത് ഇട്ട് നോക്കാനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട് യൂട്യൂബിൽ. അവർ പറയുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇട്ട് നോക്കിയപ്പോൾ ഗ്ലിച്ച് എന്തോ വന്ന് ചില ബ്ലാക്ക് കട്ടൗട്ടൊക്കെ വരുമല്ലോ, ചില പിന്നെ കളർ ഗ്രേഡിങ്ങിൻ്റെ ഇഷ്യൂ കാരണമാണ് മാറ്റണമെന്നാണ് കേട്ടത്. പക്ഷെ അതൊക്കെയാണെങ്കിൽ അത് നോക്കണ്ടേ, നേരത്തെയൊക്കെ നോക്കി വെച്ചിട്ട് വേണ്ടേ അത് ഇറക്കി വിടാൻ, എന്നാലല്ലേ അതിൻ്റെ ഒരു കാര്യമുള്ളൂ. എന്തായാലും കഷ്ടം തന്നെ. ഇന്നത്തെ എല്ലാവരും കാത്തിരുന്നവരെല്ലാവരും തെറി വിളിച്ചിട്ടുണ്ടാവും. എന്തായാലും പോയി. ഇനിയിപ്പം അടുത്ത ഏതെങ്കിലും വെയിറ്റ് ചെയ്യാമല്ല. അതിപ്പോൾ എന്തൊരു പറയാൻ, ഇതിലിപ്പോൾ മെയിനായിട്ട് ദുൽഖർ നഹാസ് ഹിദായത്തിൻ്റെ മൂവിയാണ്. നല്ല ഹൈപ്പിൽ പറഞ്ഞ പടമാണ്. കുറേ പേരുണ്ട്. പെപ്പയുണ്ട്, അയാദ് ലോഹറുണ്ട്, അങ്ങനത്തെ കുറേ ആൾക്കാരുകളാണ് ഇതിൽ അഭിനയിക്കുന്നത്. ഇത് മോനെ ഇത് സീൻ പടം തന്നെ ആയിരിക്കും. ഒന്നും പറയാനൊന്നുമില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ്. അടുത്ത ഇത് വരാൻ വേണ്ടി വരെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഒഫീഷ്യൽ ഡേറ്റ് ഇനിയിപ്പോൾ അടുത്ത വരേ ഉള്ളൂ. അപ്പോഴേക്കും കാത്തിരുന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാനല്ലാതെ ഒന്നും പറയാനൊന്നുമില്ല. നോക്കട്ടെ. ഇപ്പം എന്തായാലും പറ്റിച്ച്. ഇതേപോലെ ഇനി അടുത്ത പറ്റിക്കാതിരുന്നാൽ മതി. എല്ലാവരും ഇനി അടുത്തത് വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോഴും തരുമോ എന്തോ. നമുക്ക് നോക്കാം. ഇന്ന് നല്ല നിരാശയാക്കി കളഞ്ഞ്. ട്രെയിലർ കിട്ടിയവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട് നല്ല ട്രെയിലർ. നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്. അല്ലാതെ ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം. നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കിട്ടാത്തവർ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ റിയാക്ഷൻ ആയിട്ട് ഇതിൻ്റെ പിന്നെ വരാം. അപ്പോഴേക്കും ഗുഡ് ബൈ.